കുഞ്ഞിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്സ്. സോ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ദ ബിഗിനിങ് ഓഫ് ദി എൻഡിൻ്റെ സീസൺ 5 എപ്പിസോഡ് 30 മലയാളം മാൻഹോ എക്സ്പ്ലനേഷനാണ്. ഗൈസ്, എപ്പിസോഡ് 32 കൊണ്ട് നമ്മുടെ ബിഗിനിങ് ഓഫ് ദി എൻഡിൻ്റെ സീസൺ 5 ഒഫീഷ്യലി എൻഡ് ആകാനായിട്ട് പോകുകയാണ്. അത് കഴിയുമ്പോൾ മാൻഹോ ഇല്ല. മാൻഹോ പിന്നെ റിലീസായാൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. സോ അതെന്തായാലും റിലീസാകുന്ന നേരത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോസ് ഒന്നും മിസ്സാക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ പേജ് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. സോ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ അവസാനം ആർത്തർ യൂട്ടോടെ ആ ഒരു മെമ്മറീസ് കണ്ട് ഞെട്ടി എഴുന്നേറ്റിട്ടുണ്ട്. സോ ഇനി എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങുന്ന നേരത്ത് ആർത്തറട്ടെ പുറത്തിരിക്കുമായിരുന്നു. ഈ സമയത്ത് തന്നെ എലി ചോദിക്കുന്നുണ്ട്, അല്ല ആ ഷോട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പക്ഷേ ആർത്തർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവൻ മറ്റു കുറച്ച് ചിന്തകളിൽ മുഴുകിയിരിക്കുവാണ്. ആ ഒരു മാർക്ക്, ചെസ്റ്റ്, ആ ഒരു എംബ്ലം, അതെന്താണ്? അതെല്ലാം കണക്റ്റഡ് ആണോ? അത് മാത്രമല്ല, ആ കാരൽ എന്ന് പറഞ്ഞ പേഴ്സൺ അവനെന്താണ്? എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഒരു ഒബ്സോഡിയൻ വാൾട്ടും ഒരു എംബ്ലം കിട്ടിയപ്പോൾ അവരെന്തിനാണ് അത്രയധികം ഉല്ലസിച്ചത്? അതിന് പുറകിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? പിന്നെ സെഹസ് ക്ലെയറും ബാക്കിയുള്ള വെച്ചിയോറും ഇതൊക്കെ എന്തുവാണ്? സിറ്റീസ് ആണോ കൺട്രീസ് ആണോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ആർത്തർ, ഞാൻ ചെയ്തത് കറക്റ്റാണോ? ആർത്തർ, അയ്യോ സോറി, നീ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അതുകൊള്ളാം, എന്നെ പഠിപ്പിക്കാനായിട്ട് ഇവിടെ വന്നിരുന്നിട്ട് മാലത്തോട്ട് നോക്കിയിരിക്കുന്നത് അതത്ര നല്ലതല്ല കേട്ടോ. അയ്യോ എടി, എന്നോട് ക്ഷമിക്കടി. ഞാൻ എൻ്റെ ഫേവററ്റ് ഉള്ള ലിറ്റിൽ സിസ്റ്ററിൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനല്ലേ. അല്ല, അത് മാത്രമല്ല, എനിക്ക് എന്തായാലും ഫീഡ്ബാക്ക് വേണം ഈ ഒരു കാര്യത്തിൽ. എന്നിട്ട് നേരെ അവളൊരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അല്ല, നീ റീസെൻ്റ്ലി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് പറ്റി പെട്ടെന്ന്? അത് ഈ യുദ്ധം കാരണമാണ്. ഈ യുദ്ധം പെട്ടെന്നാണ് മുന്നോട്ട് പോകുന്നത്. നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റേതായൊരു നിലനിൽപ്പ് വേണ്ടേ? അതിനു വേണ്ടിയാണ്. അല്ല, ഇതെല്ലാം അച്ഛനും അമ്മയും കാരണമാണോ? നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ? നീ ഞാൻ പറയുന്നത് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്യാസിലാണെങ്കിൽ കൂടി ഇത് സേഫ് ആണോ? നീ തന്നെ പറ. എനിക്ക് പ്രിപ്പയർ ആയിട്ട് നിൽക്കണം. അതാണ് എനിക്ക് ചെയ്യേണ്ടത്. ഇവഞ്ച്വലി എൻ്റെ പാർട്ട് വരാൻ നേരത്ത് എനിക്കും കൈകാര്യം ചെയ്യാനായിട്ട് പറ്റണം. ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരും ഈ യുദ്ധത്തിലുണ്ട്. സോ എനിക്കും ഈ യുദ്ധത്തിൽ കയറണം. നമ്മുടെ എല്ലാട്ടെ കംപ്ലീറ്റ്ലി സ്റ്റബോണായിരുന്നു. ആർത്തറിനും പ്രത്യേകിച്ചൊന്നും പറയാനില്ലായിരുന്നു. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിൻ്റെ എൽബോ കംപ്ലീറ്റ്ലി ഡ്രോപ്പ് ചെയ്തു. എന്ത്? ലാസ്റ്റ് ഷോട്ടിൽ നിൻ്റെ എൽബോ ഡ്രോപ്പ് ചെയ്തെന്ന്? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഞാൻ നോക്കിയതാണല്ലോ. നീ മാൻ അബ്രോഡ്സ് വിടാൻ നേരത്താണ് ആ എൽബോ ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓ അങ്ങനെയാണോ? എനിക്ക് ഞാൻ നോക്കിക്കോളാം. നീ ലാസ്റ്റായിട്ട് ചെയ്തപ്പോഴും അതിന് മുമ്പ് ചെയ്തപ്പോഴും എല്ലാം അത് ഡ്രോപ്പ് ആയിരുന്നു. പിന്നെ അതിന് നീ നോക്കുന്നില്ലായിരുന്നല്ലോ. നീ ചുമ്മാ ഇരി, ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് അവൾക്കാട്ടെ അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അവൾ പറയും ചെയ്യും, ആർത്തർ താങ്ക്സ്. പിന്നെ കാണിക്കുന്നത് ഒരു എലിഫിനെയാണ്. അല്ല, ഈരോറ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് വിറിയനും ആർത്തറും കൂടെ അവിടേക്ക് ചെല്ലുന്നതാണ്. കമൻറ്റ് വിറിയൻ, ജനറൽ ആർത്തർ വെൽക്കം. അല്ല, രാവിലെ ആയോ? എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഇവിടെ വിൻഡോസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അറിയാഞ്ഞിട്ടാണ്. അത്ര താമസിച്ചൊന്നുമില്ല. ആർത്തർ, ഇതാണ് ആൽബർട്ട് കഫീർ ഹൗസിലെ ഒരാളാണ്. ആൻഡ് കഫീർ ഹൗസ് എന്ന് പറയുന്നത് മിലിറ്ററി ഫാമിലിയാണ്. ഞങ്ങളുടെ എർത്തലിംഗ് ഫാമിലിയെല്ലാം വർഷങ്ങളായിട്ട് ഇവർ സെർവ് ചെയ്യാറുണ്ട്. ഇവനൊട്ട് നിസ്സാരക്കാരനല്ല, അവൻ്റെ ഓറിൽ നിന്ന് അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ല, നീ ആർത്തറിനെ പറ്റി കേട്ട് കാണുമല്ലോ. പിന്നെ അടുത്ത എർത്തലിംഗ് ഹെയർ അല്ലേ? അടുത്ത് ഞാനോ? നീ എന്താണ് പറയുന്നത്? അയ്യോ, താങ്കൾക്കറിയാമല്ലേ ഞങ്ങളുടെ റോയൽ ഫാമിലിയിൽ മക്കൾക്കല്ല സ്വത്തെല്ലാം കിട്ടാൻ പോകുന്നത്. അത് മാരേജ് ചെയ്യുന്നാൽ വേണ്ട, എനിക്ക് മനസ്സിലായി നീ പറഞ്ഞു വരുന്നത് എന്താണെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് താങ്കളെ കാണണമെന്ന് പറയുന്നു. പക്ഷേ ഞാനിവിടെ സ്റ്റക്കായി പോയി. പണ്ടാരം ഈ ഗാർഡ് ചെയ്യുന്നത് അത്ര നല്ല ജോലിയൊന്നുമല്ല. ഇവിടെ ചുമ്മാ ഇരിക്കുമായിരുന്നു. പക്ഷേ താങ്കൾ ദൂരത്ത് നിന്ന് വന്നപ്പോൾ തന്നെ എനിക്കാളെ മനസ്സിലായി കേട്ടോ. മനസ്സിലായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ പ്രസൻസ് കംപ്ലീറ്റ്ലി ഹോൾഡ് ബാക്ക് ചെയ്യുമായിരുന്നല്ലോ. ആർത്തർ, അത് വേറൊന്നും കൊണ്ടല്ല, കഫീർ ഹൗസിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റീസ് തന്നെ അവരുടെ സെൻസസ് ആണ്. അതാണോ അപ്പോൾ അവനോട് ഇട്ടിരിക്കുന്നത്? അല്ല, ഇവൻ്റെ സ്കിൽസ് കുറച്ചുകൂടെ ബെറ്റർ ഫീൽഡിലായിരിക്കത്തില്ലേ? സത്യം പറഞ്ഞാൽ അതാണ് ബെറ്റർ. പക്ഷേ അൽബോർട്ടാട്ടെ ഒന്ന് നൈസ്ലി അവൻ്റെ മേലിലുള്ളൊരു ഓഫീസിൻ്റെ നേരെ ചൂടായതാണ്. അങ്ങനെയാണ് അവനിവിടെ ഒന്ന് സ്റ്റക്കായി പോയത്. പറഞ്ഞിട്ട് കാര്യമില്ല, നോർത്തേൺ സീസിലേക്ക് എന്നൊക്കെ പറഞ്ഞു വിട്ടപ്പോൾ എനിക്ക് പറ്റിയില്ല. വെറുതെ അല്ലേ ഇവിടെ വന്ന് കിടക്കുന്നത്. ക്യാമറ എന്തായാലും വാ, ഞാൻ തുറന്നു തരാമെന്ന് പറഞ്ഞിട്ട് അവരാട്ടെ അത് തുറന്നു കൊടുക്കുന്നുണ്ട്. എന്നാലും അകത്ത് കയറിയിട്ട് വന്നു പറഞ്ഞിട്ട് അവരാട്ടെ അകത്തേക്ക് കയറുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ആർത്തറാട്ടെ അവിടെയുള്ള എല്ലാ ജയിലിലും നോക്കുന്നുണ്ട്. കാര്യം പണ്ട് ആർത്തർ ഇതേ ജയിലിലാണ് വന്ന് കിടന്നിരുന്നത്. എന്തു പറ്റി ആർത്തർ? പല മെമ്മറീസ് നിന്നിലേക്ക് വരുന്നോ? അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഞാനിവിടെ കിടന്നതല്ലേ, അപ്പോൾ എനിക്കും കുറച്ച് ഇൻവെസ്റ്റൊക്കെ വരത്തില്ലേ? എന്നോട് ക്ഷമിക്കടാ, അന്നൊന്നും ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു. പിന്നെ ലോർഡ് അൽനിയർ പറഞ്ഞ പോലെ ഗ്ലേഡീസിനെ നമുക്ക് വേണം. കാര്യം അവരും നമ്മുടെ ഒരു തോന്നുന്നു തന്നെയല്ലേ. അല്ല, അവരെ പറ്റി പറഞ്ഞപ്പോഴാണ് 3 കണ്ടുള്ള ആഷിറ അവനോടേക്ക് വന്നില്ലേ? അവനെ കണ്ടിട്ട് കുറേ നാളായല്ലോ. റേഡിയസിന്റെ ഓൾഫ്രണ്ടിന്റെ ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞ്. അതുകൊള്ള നീ ആഷിറസിന്റെ കൂടെ എപ്പിഎസ്സിലേക്ക് ചെന്നുകൊണ്ടാണോ നീ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്? ലോർഡ് ആൽനിയർ എനിക്കൊരു ട്രാൻസ്മിഷൻ തന്നിരുന്നു. അതൊരു ആർട്ടിഫാക്റ്റ് ആയിരുന്നു പുള്ളിക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ റീസെൻ്റ്ലി എനിക്ക് പുള്ളിക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല.
ഈ സമയത്ത് പെട്ടെന്നായിരുന്നു ആർത്തറിന് ആ ഒരു മണം വന്നത്. ദൂരത്തായിട്ട് ഒരുത്തൻ കുറച്ചധികം വെപ്പൺസുമായിട്ട് നിൽപ്പുണ്ടായിരുന്നു. കമാൻഡർ ജനറൽ, നിങ്ങൾ വന്നതിൽ സന്തോഷമുണ്ട്. ഗെൻറി, സത്യം പറഞ്ഞ ഈ ഒരു ട്രേറ്ററിനോട് എനിക്ക് ചെറിയൊരു അഫക്ഷൻ ഉണ്ട്. അദ്ദേഹം ഇപ്പൊ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യം കാണാൻ പോലും എനിക്ക് തോന്നുന്നില്ല, അത്ര ബ്രൂട്ടലാണ്. ആ സമയത്ത് കാണിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ റാഡിയസിനെയാണ്. പുള്ളിക്കാരൻ്റെ കംപ്ലീറ്റ്ലി ടോർച്ചർ ചെയ്ത് ഇങ്ങനെ വട്ട് പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. ജെൻട്രിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വിൻഡും സൗണ്ട് മാജിക്കുമാണ്. അത് യൂസ് ചെയ്ത് അവന് ഹാലുസിനേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസിന്റെ ആൻസറൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. എന്നോട് ക്ഷമിക്കണം, എനിക്കിപ്പോൾ തന്നെ അവൻ ആൻസേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ എന്തായാലും അവനെ ബ്രേക്ക് ചെയ്യുന്നതായിരിക്കും. അത് കഴിയുമ്പോൾ താങ്കൾക്ക് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ റിട്ടേണിൻ്റെ കാര്യമാണെങ്കിൽ അവൻ ശരിക്കും പറഞ്ഞാൽ ഫാസിനേറ്റിംഗ് ഉള്ള ഒരു സ്പെസിമുമാണ്. അവൻ്റെ സ്കിൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും തിക്കാണ്. നല്ല മെന്റൽ ഫോർച്യൂണും ഉണ്ട് അവന്. അവൻ്റെ മാന മൂൺസ് ഒക്കെ കംപ്ലീറ്റ്ലി റെസ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ അവൻ ചെറുതായിട്ട് വട്ടെടുത്തിരിക്കുവാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് അവൻ ഇതുവരെ സാധിച്ചിട്ടില്ല. സോ ഞാൻ എന്തായാലും തുറന്നു വരാം, താങ്കൾ എന്തായാലും നോക്കുന്ന പറഞ്ഞിട്ട് അവനട്ടെ അത് തുറക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡ് അതെല്ലാം തുറക്കാൻ നേരത്ത് ആർത്തർ മനസ്സിൽ പറയുന്നുണ്ട്, എന്നെ കാണാൻ നേരത്ത് തന്നെ എനിക്ക് ശരിക്കും ചൊറിഞ്ഞു വരുന്നുണ്ട്. ആ സമയത്താണ് യൂട്ടോ പറയുന്നത്, ഹാ കുരിപ്പേ, നീ ഇവിടെ വന്നോ? യൂട്ടോ, നീ എത്ര കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ലല്ലോ. ഡല്ലസറെ, നീ എൻ്റെ കൊമ്പുകളെ എന്താണ് ചെയ്തത്? ഓ കൊമ്പുകളോ? അല്ല, നീ പറഞ്ഞത് ഇതിനെപ്പറ്റിയാണോ? പെട്ടെന്നായിരുന്നു അവൻ കോറിയത്. ഡോ നായേ, പേടിക്കണ്ട, ഞാൻ നിന്നെ തെരുവാനായിട്ടൊന്നുമല്ല ഇവിടേക്ക് വന്നത്. ഞാൻ ദേ വിട്രനെ പിടിച്ച് സത്യം വേണ്ടുവാണ്. ഇവിടെ നിന്ന് ഞാൻ പുറത്തങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ അടുത്ത ദിവസം നീ മരിച്ചിരിക്കും. ഓ, നീ എന്നെ കൊല്ലാൻ നോക്കാതെ നീ മറ്റൊരു കാര്യത്തിനെ പറ്റി ഒന്ന് ചിന്തിക്കാനായിട്ട് നോക്ക്. നിനക്കിപ്പോഴും ഒരു ഐഡിയ പോലും കിട്ടിയിട്ടില്ലല്ലോ ഞാൻ എങ്ങനെയാണ് നിന്നെ ഡിഫീറ്റ് ചെയ്തതെന്ന്. അതെന്തായാലും നിന്നെ നന്നായിട്ട് എന്നെ കാർന്ന് തിന്നുന്നുണ്ടെന്ന് എനിക്കറിയാടാ. ഇത് കേട്ടതും യൂട്ടോടെ കൺട്രോൾ പോയി. അവൻ ഭ്രാന്തി പിടിച്ച പോലെ കിടന്ന് അലറാനും ദേഷ്യപ്പെടാനും തുടങ്ങി. മതി, അതടച്ചേക്ക്. ഈ സമയത്ത് തന്നെ അതടക്കുന്നുണ്ട്. ആ സമയം ജെൻട്രി പറയുകയും ചെയ്യും, സത്യം പറഞ്ഞാൽ അവൻ പലതവണ ഞാൻ അവനെ ടോർച്ചർ ചെയ്യാൻ നോക്കി, ഫിസിക്കലി മെൻ്റലി. പക്ഷേ ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനെ ഞാൻ കാണുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട, അവൻ്റെ വോൾട്ട് ഇനി ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല. ജനറൽ, ഞാൻ പറയുന്നതൊന്നും കേൾക്ക്. താങ്കളുടെ ഐഡിയസും പിന്നെ എൻ്റെ കാര്യങ്ങളും വെച്ചുകൊണ്ട് അവനൊക്കെ കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് കഴിയുന്ന നേരത്ത് താങ്കൾ എങ്ങനെയാണ് അവനെ ഡിഫീറ്റ് ചെയ്തതെന്ന് അവന് മനസ്സിലാകും. വേണ്ട, അവനത് അറിയേണ്ട കാര്യമില്ല. അവനത് ഓർത്തോർത്തോർത്ത് വട്ട് പിടിച്ച് നിൽക്കട്ടെ. ഈ സമയത്ത് ഇതെല്ലാം കാണുന്ന വിരയൻ പറയുകയും ചെയ്യും, ആർത്തർ, നിൻ്റെ മുഖത്തെ ആ ഒരു ലുക്ക് എനിക്കധികം ഇഷ്ടപ്പെടുന്നില്ല. കുഴപ്പമില്ല, എല്ലാം കഴിയുന്ന നേരത്ത് ഞാൻ തന്നെ അവനെ ചോദ്യം ചെയ്തോളാം. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ആർത്തറാട്ടെ അവൻ്റെ ട്രെയിനിങ് ഡ്രസ്സിൽ ഇരിക്കുന്നതാണ്. ഈ സമയത്ത് തന്നെ അവൾ പറയും ചെയ്യും, നീ റെഡിയല്ലേ? അതെ, നിനക്ക് എന്തായാലും ഇന്ന് 3-on-1 സിനോറിയോ ആയിരിക്കും. അതേപോലെ വാട്ടറും ഐസും നീ ഇന്ന് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. എന്തായാലും പൊക്കൊന്ന് പറയുന്ന അടുത്ത സെക്കൻഡ് തന്നെ ആർത്തർ അവൻ്റെ വിൻഡ് എലമെൻറ്റ് യൂസ് ചെയ്ത് അവരുടെ നേരെ റഷ് ചെയ്ത് ചെല്ലുന്നുണ്ട്. അവൻ ക്ലോസ് കോമ്പാറ്റിലേക്കാണ് വരുന്നത്. ഈ സമയത്ത് തന്നെ ആർത്തർ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഹെസ്റ്റാട്ടെ അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത സെക്കൻഡ് തന്നെ അവളുടെ കയ്യിലും കാലിലും ചവിട്ടി അവൻ നേരെ പൊക്കിയെടുത്ത് താഴത്തേക്ക് ഇടാനായിട്ട് പോകുന്നുണ്ട്. എനിക്ക് എന്തായാലും ഇവിടെ ടൈമൊന്നും വേസ്റ്റ് ചെയ്യാനില്ല. എനിക്ക് അധികം നേരം ഒരു ഒപ്പോണൻറ്റുമായിട്ട് ഫൈറ്റ് ചെയ്യാനും പറ്റത്തില്ലെന്ന് പറഞ്ഞെടുത്ത് ഹെസ്റ്റർ കംപ്ലീറ്റ്ലി ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്. പെട്ടെന്നായിരുന്നു ഒരു ഐസ് ബേസ്ഡ് അറ്റാക്ക് ആർത്തൻ്റെ നേരെ വന്നത്. ഈ സമയത്ത് തന്നെ ഹെസ്റ്റർ ബാക്ക് ഓഫ് ചെയ്യുന്നുണ്ട്. കോപ്പ് എന്നെ പിന്നിൽ നിന്ന് കിട്ടിയല്ലോ. അടുത്ത സെക്കൻഡ് തന്നെ അത് ഫുള്ളി വേപ്രൈസ് ചെയ്തിട്ട് നമ്മുടെ ക്യാദിലിനെ അവൻ നേരെ ട്രാപ്പ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ക്യാദിലിനെ അത് ബ്രേക്ക് ചെയ്യാൻ നോക്കുന്ന സെക്കൻഡിൽ ആർത്തർ അവളുടെ നേരെ പാഞ്ഞെടുത്തു. ഇതേ സമയം തന്നെ നമ്മുടെ ക്യാദിലിൻ്റെ മാജിക്ക് കംപ്ലീറ്റ്ലി ആർത്തർ ബൈപ്പാസ് ചെയ്തുകൊണ്ട് അവൻ്റെ മാജിക് കൊണ്ട് അവളെ പൊതിഞ്ഞ് കെട്ടുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, കുഴപ്പമില്ല, അവളുടെ കയ്യിൽ എന്തായാലും ഒരു ആർട്ടിഫാക്റ്റ് ഉണ്ട്. ഞാൻ എന്ത് ചെയ്താലും അവൾ ഫൈനായിരിക്കും. ഇനി എന്തായാലും അധികം നാൾ നിനക്കിങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ആർത്തർ. യുദ്ധം മുമ്പിലേക്ക് എത്തിയെന്ന് പറഞ്ഞ് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തപ്പോഴാണ് പെട്ടെന്ന് ഒരു വിൻഡ് വന്ന് അത് നന്നായിട്ട് സ്ലോ ചെയ്തത്. അത് മറ്റാരുമില്ലായിരുന്നു, നമ്മുടെ ക്യാമസ് ആയിരുന്നു. കോപ്പ്, ഇതെനിക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ടല്ലോ. ഇവൻ എന്നെ ഇതിൻ്റെ അകത്തൊരു ചുറ്റിക്കാനായിട്ടാണ് നോക്കുന്നത്. ഞാൻ എങ്ങനെയാണ് പോക്കെങ്കിൽ യൂട്ടോനെ പോലെ ഒരാളെ ഞാൻ എങ്ങനെ ഡിഫീറ്റ് ചെയ്യും? ഈ സ്ട്രാറ്റജി അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്കധികം പവറുമില്ല അത് ഫേസ് ടു ഫേസ് ഫൈറ്റ് ചെയ്യാനായിട്ട്. ഈ പോക്കാണെങ്കിൽ ഒരു സിന്ധിനെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യാനെന്ന് പറഞ്ഞപ്പോഴാണ് ബാക്കിൽ നിന്ന് ഒരു അറ്റാക്ക് ആർത്തൻ്റെ നേരെ വന്നത്. ആർത്തറായിട്ട് താഴത്തേക്ക് വീഴാൻ നിർത്ത് അടുത്ത സെക്കൻഡ് തന്നെ ഹെസ്റ്റർ അവൻ്റെ ചുറ്റിന് ഒരു തീ കൊണ്ടുള്ള ഒരു ഗോളം തന്നെ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ആർത്തൻ്റെ മനസ്സിൽ യൂട്ടോയുടെ മുഖം മാത്രമായിരുന്നു. അവൻ നന്നായിട്ട് എന്നെ ചുമക്കാനും നന്നായിട്ട് സ്ട്രെസ് ആകാനും തുടങ്ങി. ഇതെനിക്ക് ഓവർ പവർ ചെയ്തേ പറ്റത്തുള്ളൂ. ഈ സ്പെൽ ഓവർ പവർ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആർത്തറിൻ്റെ ബോധം കെട്ട് അവൻ നേരെ താഴത്തേക്ക് വീണു. പിന്നെ അവൻ പതുക്കെ കണ്ണ് തുറക്കാൻ നേരത്ത് അവൻ്റെ ഫ്രണ്ടിൽ ക്യാദലിനും എല്ലും എമിലിയും അലനീസും എല്ലാവരും ഉണ്ടായിരുന്നു. അല്ല, എന്തു പറ്റി? നീ അവിടെ കിടക്കാൻ നോക്ക്, നിനക്കിപ്പോഴും നല്ല ചൂടുണ്ട്. ആ,
എന്നോട് ക്ഷമിക്കൂ ആൻഡ് താങ്ക്സ്. എന്നോട് ക്ഷമിക്കൂ കേട്ടോ. ഞാൻ അവിടെ കുഴപ്പമൊന്നുമില്ല, അത് ട്രെയിനിങ് അല്ലായിരുന്നോ? പക്ഷേ എൽഡേഴ്സിന് ഡിഫറൻ്റ് ആയുള്ള ഒരു ഒപ്പീനിയൻ തന്നെയാണ്. നീ എന്ത് കോപ്പാണ് കാണിച്ചത്? നീ എന്തിനാണ് ഡയറക്റ്റ് പുഷ് ചെയ്യാനായിട്ട് നോക്കിയത്? നിനക്കറിയാവുന്ന കാര്യമല്ലേ അങ്ങനെ പോയി കഴിഞ്ഞാൽ മരണവരിക്ക് നിനക്ക് കിട്ടാൻ പോകുന്നതെന്ന്. എങ്ങനെ നോക്കിയാലും 12 രീതിയിൽ നിനക്ക് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ നീ അതൊന്നും നോക്കില്ല. എനിക്കറിയാം, ഞാൻ എൻ്റെ പവർ യൂസ് ചെയ്ത് നിങ്ങളുടെ കോമ്പിനേഷൻ സ്പെൽസൊക്കെ ഓവർ പവർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുമായിരുന്നു. ആ സമയത്ത് ക്യാമസ് പതുക്കെ അവിടേക്ക് നടന്നിട്ട് പറയും ചെയ്യും, ആർത്തർ നിനക്ക് നല്ല പ്രഷറുണ്ടല്ലേ? ശരിയാണ്, ഇവരുടെ കണ്ണിൽ ഞാൻ വെറും ഒരു യങ്ങുള്ള പ്രോഡിജി മാത്രമാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ അങ്ങനെയല്ല. ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഒരു രാജാവായിരുന്നു. ക്യാമസിന് അറിയാൻ പറ്റുമായിരിക്കും അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. എനിക്കറിയാം, ഈ ഒരു നിലപാടിൽ ഞാൻ ശരിക്കും വീക്കാണ്. ഞാൻ അത്ര സ്ട്രോങ് അല്ലെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ കോമ്പിനേഷൻ സ്പെല്ലിൽ എനിക്ക് ഓവർ പവർ ചെയ്യാനും സാധിച്ചില്ല. ഈ ഒരു അവസ്ഥയിൽ ഞാൻ എങ്ങനെയാണ് ബാക്കിയുള്ള റിട്ടേണേഴ്സിനെ സിന്ധിനൊക്കെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്? ഞാൻ എങ്ങനെയാണ് ഡിക്കാത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്? ആർത്തർ, ലാൻസ് എന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റി നല്ല വെയിറ്റ് ഉള്ളതാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടെ നീ ഒരിക്കലും ഒറ്റക്കല്ല. ശരിയാണ് ആർത്തർ, ഈഗോ അല്ല നമുക്ക് വേണ്ടത്. നിനക്ക് മുന്നിലായിട്ട് കുറേയധികം സമയമുണ്ട്. നീ അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്ക്. നിനക്ക് നിന്നെ മാത്രമല്ല ഈ ഡിക്കത്തിലുള്ള ബാക്കിയുള്ളവരെ എല്ലാവരും റിലേ ചെയ്യാനായിട്ട് സാധിക്കും. ബാക്കിയുള്ള ലാൻസേഴ്സ് ഉണ്ട്, ഞങ്ങളുണ്ട്, നിന്റെ കൂട്ടുകാരുണ്ട്, ബാക്കിയുള്ള സോൾജേഴ്സ് എല്ലാവരും തന്നെയുണ്ട്. അവരെല്ലാവരും ആർത്തറിനെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് നോക്കുമായിരുന്നു. ഇതെന്നാണ് ഇത് തെറാപ്പിയാണോ? ആർത്തർ, ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് എന്ന് മനസ്സിലാവുന്നുണ്ടെന്ന്. ഒരു സിന്ധിനുമായിട്ട് നിങ്ങൾ ഒരു സ്ഥലത്തെങ്കിലും നിന്നിട്ടുണ്ടോ? ഈവൻ ഒരു റിട്ടേണറിനെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്കറിയാമോ അവനോട്ട് ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ പാട് എന്തുവാണെന്ന്? ഇത് പണ്ടത്തെ പോലെ മനുഷ്യരും എൽസും ഡോസും തമ്മിലുള്ള ഒരു നിസ്സാര യുദ്ധമൊന്നുമല്ല. ഈവൻ ഓശ്രാസ് വരെ പേടിക്കുന്ന വിട്രിയായിട്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒപ്പം പിന്നെ ഒരു ഫൈറ്റ് ചെയ്തിട്ട് എങ്ങനെയോ തിരിച്ച് ജീവനോട് വന്നാൽ ഞാൻ എങ്ങനെയാണ് ബാക്കിയുള്ള സോൾജേഴ്സിനെ ട്രസ്റ്റ് ചെയ്യണമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ എങ്ങനെയാണ് തലക്ക് മുകളിൽ വന്നിരിക്കുന്ന ഈ ഒരു ഡേഞ്ചറിനെ ഫേസ് ഓഫ് ചെയ്യുന്നത്? ബാക്കിയുള്ളവരെ എങ്ങനെയാണ് ട്രസ്റ്റ് ചെയ്യുന്നത്? ബ്രദർ, പെട്ടെന്ന് അവളുടെ കൈ തെറ്റ് മാറ്റി ആർത്തർ നേരെ മുന്നിലേക്ക് നടന്നു. അവർക്കാർക്കും ആർത്തറിന് നേരെ ഒന്നും പറയാൻ സാധിച്ചില്ല. ആർത്തറായിട്ട് ആ ഒരു ഡോറ് വലിച്ചടക്കുന്നുണ്ട്. അല്ല, ഞാൻ വിചാരിച്ചത് ആർത്തറും ആ റിട്ടേണറുള്ള ഫൈറ്റ് വളരെ ഈസി വിന്നായിട്ടാണ്. ആ ടൈമിലാണ് ഹെസ്റ്റർ പറഞ്ഞത്, കോപ്പ് ഞാനതൊന്നും പറയണ്ടായിരുന്നല്ലേ? ശരിയാണ്, നീ അതൊന്നും പറയണ്ടായിരുന്നു. നിന്റെ വാ തുറന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതൊന്നുമല്ല, ചേട്ടന് നല്ല പ്രഷറുണ്ട്. സത്യം പറഞ്ഞാൽ ചേട്ടൻ ക്യാസിലേക്ക് വന്നപ്പോൾ ഇതുപോലെയൊന്നും അല്ലായിരുന്നു. ശരിക്കും ഇഞ്ചേർഡായിരുന്നു. അതുകൊണ്ടായിരിക്കുമല്ലേ അവൻ ഫീൽഡ് വിട്ട് ട്രെയിനിങ്ങിലേക്ക് വന്നത്. അപ്പോൾ പിന്നെ എന്തായാലും ഇന്നത്തെ ഡേ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് മാറ്റി വെച്ചാലോ? കുഴപ്പമില്ല, ഇന്നത്തെ ഷെഡ്യൂൾ നീ എൻ്റെ കയ്യിലെടുത്താ, ഞാൻ നോക്കിക്കോളാം. ആ സമയത്ത് അവരെല്ലാവരും ക്യാമസിനെ തുറച്ചു നോക്കുന്നുണ്ട്. അല്ല, എന്താണ് ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ലെങ്കിലും അവൻ നമ്മുടെ പ്രിയപ്പെട്ട ഒരു ശിഷ്യനല്ലേ. അതുമാത്രമല്ല, അവൻ എന്തായാലും ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അവൻ അറിയണം അവൻ ഈ ഒരു സ്ഥലത്ത് ഒറ്റക്കല്ല, നമ്മളെല്ലാവരും അവൻ്റെ കൂടെ ഉണ്ടെന്ന് അവൻ അറിയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.